محمد والصلاة والسلام عليك يا رسول الله يا حبيب الله يا رحمة للعالمين اللهم صل بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا وقضي بها ديوننا واصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا وانصر بها حجتنا وطهر بها ألسنتنا وآنس بها وحشتنا وارحم بها غربتنا واجعل لنا نورا بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا وفي حياتنا وقنا في قبورنا وحسننا ونسينا وظل يوم القيامة على رؤوسنا وثقل بها موازين حسناتنا وعجب بركاتها علينا حتى نلقى نبينا محمد صلى الله عليه وسلم ونحن عاملون مطمئنون فرحون مستبشرون اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة وارحم الراحمين سيدنا يا الله നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യണം റബ്ബേ അല്ലാഹുവേ മജ്‌ലിസിൽ നിന്ന് ഓതിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് വഅഫനതീനി സ്വീകരിക്കണം റബ്ബേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ദിനെ ചൊല്ലിയതിനെ സ്വീകരിക്കണം അല്ലാഹ് മഹാന്മാരായ മദ്ദിനെ അസ്മാഇൽ ചൊല്ലിയതിനെ സ്വീകരിക്കണം റബ്ബേ അല്ലാഹ് അല്ലാഹ് ഈ മജ്‌ലിസിനെ സ്വീകരിക്കുന്ന മജ്‌ലിസാക്കണം റബ്ബേ നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാൻ ഈ മജ്‌ലിസിനെ സബബാക്കണം അല്ലാഹ് രോഗങ്ങളെ ശിഫയാകാൻ സബബാക്കണം അല്ലാഹ് അറിഞ്ഞു ചെയ്ത തെറ്റുകളുണ്ട് റബ്ബേ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുണ്ട് അല്ലാഹ് ചെറുതും വലുതുമായി സംഭവിച്ചുപോയ തെറ്റുകളുണ്ട് അല്ലാഹ് എല്ലാം ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് ഞങ്ങളെ നന്നാക്കി തരണം അല്ലാഹ് ഞങ്ങൾക്ക് നീ തഖ്വ നൽകണം റബ്ബേ ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഹൃദയത്തിന്റെ തുടിപ്പായ ചങ്കിലെ ചോരയായ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടകനായ ശഫാഅത്തിന്റെ ഉടമസ്ഥനായ കൗസലിന്റെ നേതാവായ ലോകം പടക്കാൻ കാരണക്കാരനായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ ഞങ്ങളാരും ഹബീബിനെ നേരിൽ കണ്ടവരില്ല റബ്ബേ ഹബീബിനെ നേരിൽ കണ്ടവരെയും ഞങ്ങളെ കണ്ടിട്ടില്ല അല്ലാഹ് നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങളുടെ നേതാവിനെ ഒന്ന് കാണാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ അല്ലാഹുവേ പരിശുദ്ധ മദീനയിൽ പലതവണ എത്താനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ പരിശുദ്ധ മക്കയിലെ മദീനയിൽ എല്ലാ പുണ്യമായ സ്ഥലങ്ങളിൽ നിന്നും അല്ലാഹുവേ സന്ദർശിക്കുവാനോ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സ്ഥലങ്ങൾ വെച്ച് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് റഹ്മാനായ റബ്ബേ നിങ്ങളുടെ ഇൽമിനെ ബർക്കത്ത് നൽകണം അല്ലാഹ് നാഫിയായ ഇൽമ് നൽകണം അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അവിടുത്തെ പരിശുദ്ധമായ ചര്യകളെ അല്ലാഹുവേ അനുധാവനം ചെയ്യുന്നവരിനോ പാവപ്പെട്ട ഞങ്ങളെ നീ ചേർത്ത് തരണമെന്നോ ഞങ്ങൾക്ക് ഒരുപാട്
ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താനോ പറഞ്ഞു തീർക്കാനോ നിങ്ങൾക്ക് സാധ്യമാകുന്നതിനപ്പുറമാണല്ല അല്ലാഹ്. അടിമകളോട് ഏറെ കരുണ ചെയ്യുന്ന അല്ലാഹ്, ഞങ്ങൾക്കെല്ലാ ഖൈറുകളും നീ നൽകണം റബ്ബേ. കച്ചവടക്കാരുള്ള ബർക്കത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ വിദേശത്തും സ്വദേശത്തുമായി വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റബ്ബേ. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, നിന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, വലിയമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, വലിയപ്പമാരുണ്ട്. ഭാര്യമാരിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, പേരമക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നിവാസികളിൽ നിന്ന് അല്ലാഹ് മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകണം റബ്ബേ. നരകം ഹറാമാക്കണം അല്ലാഹ്, നരകം ഹറാമാക്കണം അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവിധങ്ങളായ രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്. ചെറിയ കുട്ടിക്ക് വരെ രോഗമുണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ സന്താനങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട് അല്ലാഹ്. ഈ സദസ്സിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ വിവിധങ്ങളായ പടച്ചവനേക്ക് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ സന്ദർശിക്കുമ്പോ നിങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ നിറവേറ്റണം റബ്ബേ. പടച്ചവനെ, മജ്‌ലിസിലേക്ക് വിവിധങ്ങളായ കാര്യങ്ങൾ എഴുതിയിട്ട് അറിയിച്ചവരുണ്ട്, അവരെ വായിച്ചതുണ്ട് റബ്ബേ. ഞങ്ങൾ എഴുതിയതിനേക്കാൾ കൂടുതൽ എഴുതാനുണ്ട്, പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാനുണ്ട്, ഞങ്ങളെ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ചിന്തിക്കാനുണ്ട്. എല്ലാം നൽകുന്നവൻ നീയാണ്, എല്ലാം വിലങ്ങുന്നവനും നീയാണ് അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് പടച്ചവനെ, വിവാഹപ്രായമെത്തിയവരുണ്ട്, യോജിച്ച ഇണകളെ നൽകണം അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളെ നൽകണം അല്ലാഹ്. വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, സലാമത്ത് നൽകണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഗർഭിണികളുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാഹ്. അല്ലാഹ്, വിവാഹം അന്വേഷിക്കുന്ന ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, യോജിച്ച ഇണകളെ നൽകണം അല്ലാഹ്. അറബി കോളേജിൽ പഠിക്കുന്ന മക്കളുണ്ട്, ദർസിൽ പഠിക്കുന്നവരുണ്ട്, മദ്രസ സ്കൂളിൽ ഡിഗ്രിക്ക് മറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം റബ്ബേ. ഇൽമു പഠിക്കുന്നവരുടെ ഇൽമു നാഫിയാക്കണം അല്ലാഹ്. നാഫിയായ ഇൽമു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്. കുടുംബത്തിൽ പ്രശ്നമുള്ളവരുണ്ട്, അകന്നു നിൽക്കുന്നവരുണ്ട്, അവർക്കിടയിൽ മസ്ലഹത്ത് നൽകണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ തട്ടി മാറ്റല്ല അല്ലാഹ്. ഈ രാത്രി സമയത്ത് ഇത്ര വൈകിയിട്ടും ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് ഈ പാപങ്ങളായ ഞങ്ങളെ പതിനീങ്ങളെ മുൻനിർത്തി, അമ്പിയാക്കന്മാരെ മുൻനിർത്തി, ഔലിയാക്കന്മാരെ മുൻനിർത്തി, സ്വാലിഹീങ്ങളെ മുൻനിർത്തി, ഇഷ്ടപ്പെട്ട നിന്നെ ഇഷ്ടപ്പെട്ട സർവ്വരെയും മുൻനിർത്തി, സർവ്വതിനെയും മുൻനിർത്തി, സർവസ്ഥലങ്ങളെ, സർവമാസങ്ങളെ, എല്ലാത്തിനെയും മുൻനിർത്തി റബ്ബേ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. നൽകാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്, നൽകുന്നവനും നീയാണ്, വിലങ്ങുന്നവനും നീയാണ്, രോഗം തരുന്നവൻ നീയാണ്, ശിഫയാകുന്നവനും നീയാണ്. എല്ലാം നിന്നും സംശുദ്ധമാണല്ല റബ്ബേ. എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്.
അർഹമുർ റഹീമായ റബ്ബേ, വാഹനം ഓടിക്കുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, അപകടത്തിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഈ മഹല്ലിൽ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. ഇവിടത്തെ പള്ളി മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, സഹകരിക്കുന്നവര്, സഹായിക്കുന്നവര്, ഇവിടത്തെ ഉസ്താദന്മാർക്ക് ഭക്ഷണം നൽകുന്ന വീട്ടുകാർ, അല്ലാഹുവേ, ഈ മഹല്ല് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമറാക്കള്, ഇവിടെ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, എല്ലാവർക്കും റാഹത്ത് നൽകണേ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന വാക്ക്, പ്രവൃത്തി, ചിന്തകളിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നില്ല അല്ലാഹ്. അത്തരം ചിന്താധാരയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ കാക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, വിവിധങ്ങളായ കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്, നീ റാഹത്ത് ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടുകാർ, ആ വീട്ടിലുള്ള ഉപ്പയും മകനും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ വീട്ടുകാർക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്. ആ വീട് ബർക്കത്തുള്ള വീടാക്കണം റബ്ബേ. അല്ലാഹുവേ, മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട്, അവർക്കൊക്കെ നീ എല്ലാ ഖൈറുകളും നൽകണം അല്ലാഹ്. ബർക്കത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വലിയ വെള്ളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മത്സ്യം പിടിക്കാൻ പോകുന്നവരുണ്ട്, എല്ലാ വെള്ളക്കാർക്കും മറ്റുള്ളവർക്കും നീ ബർക്കത്ത് നൽകണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമല്ലാഹ്. ഈമാനോടുകൂടെ സ്വർഗം കണ്ട് നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, റാഹത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെയുള്ള രാവിലെ, റമദാൻ പോലെയുള്ള മാസത്തിലെ, മദീന പോലെയുള്ള പുണ്യമായ സ്ഥലത്ത് വെച്ച് അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഹബീബിനെ കൊണ്ട് ഉള്ള ശരീരത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അവസാനം മോശമാക്കില്ല അല്ലാഹ്, ഞങ്ങളുടെ അവസാനം ചീത്തയാക്കല്ല അല്ലാഹ്, ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണമല്ലാഹ്. പടച്ചവനെ, ഈ മജ്‌ലിസിൽ നിന്ന് പേരുകൾ സ്വീകരിച്ച സഹോദരന്മാര്, സഹോദരിമാര്, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റബ്ബേ. അവർക്കെല്ലാ ഖൈറുകളും നീ നൽകണം അല്ലാഹ്. ഇന്നലെ നിന്നുമായി നടന്ന ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവര്, സഹായിച്ചവര്, പ്രവർത്തിച്ചവര്, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണം റബ്ബേ. നരകം ഹറാമാക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശഫാഅത്ത് അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ നരകത്തിലുള്ളവരെ നരകത്തിലേക്കും, സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്കും കടത്തുന്ന സമയത്തും ഞങ്ങളെ സ്വർഗത്തിന്റെ ഹിലുകാരിൽ പൊടുത്തണം അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. എല്ലാ വശങ്ങളും, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിന്നിലേക്ക് എത്തിക്കുന്ന റബ്ബേ. ഖൈർ എന്താണോ അത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ശർ എന്താണോ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. اللهم اهدنا فيمن هديت، وعافنا فيمن عافيت، وتولنا فيمن توليت، وبارك لنا فيما أعطيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.